നമസ്കാരം. ഇക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വന്തമായി ഒരു വീടോ കാറോ വാങ്ങുക എന്നത് നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നമാണല്ലേ. പക്ഷേ ലോണിനായി ബാങ്കിന്റെ പടി കയറുമ്പോൾ പലരും ഭയത്തോടെ ഓർക്കുന്ന ഒരു വാക്കുണ്ട്, സിബിൽ സ്കോർ. ഈ മൂന്നക്ഷരം കാരണം ലോൺ കിട്ടാതെ വരുമോ എന്ന പേടി എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം സിബിൽ സ്കോർ ഒന്ന് എടുത്തു നോക്കാൻ പോലും പലർക്കും പേടിയാണ്. യഥാർത്ഥത്തിൽ സിബിൽ സ്കോറിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പണമിടപാടുകളിൽ നല്ല കൃത്യത പാലിക്കുന്നവർ പോലും ഈ കേട്ടുകേൾവികൾ വിശ്വസിച്ച് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഓരോ മലയാളിയും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സിബിൽ സ്കോറിനെ കുറിച്ചുള്ള 5 പ്രധാന വിദ്യകളും അവയുടെ യഥാർത്ഥ വസ്തുതകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, നമ്മളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം സിബിൽ സ്കോർ ഇടയ്ക്കിടെ പരിശോധിച്ചാൽ സ്കോർ കുറയുമെന്ന്. സത്യത്തിൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് നിങ്ങളുടെ സ്കോർ പരിശോധിക്കുന്ന ഒരു സോഫ്റ്റ് എൻക്വയറി മാത്രമാണെന്നാണ്. അതായത് ഇത് നിങ്ങളുടെ സ്കോറിനെ ഒരു തരത്തിലും ബാധിക്കില്ല. എന്നാൽ നിങ്ങൾ ഒരേ സമയം പല ബാങ്കുകളിൽ ലോണിനായി അപേക്ഷ നൽകിയാൽ കാര്യം മാറും. അപ്പോൾ ബാങ്കുകൾ നടത്തുന്ന പരിശോധനയെ ഹാർഡ് എൻക്വയറി എന്ന് വിളിക്കും. അത് അമിതമായി നടന്നാൽ മാത്രമേ നിങ്ങളുടെ സ്കോറിൽ ചെറിയൊരു കുറവ് സംഭവിക്കൂ. അതുകൊണ്ട് ധൈര്യമായി സ്വന്തം സ്കോർ ഇടയ്ക്കിടെ പരിശോധിച്ച് സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തുന്നത് ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, ഉയർന്ന ശമ്പളമുണ്ടെങ്കിൽ ഉറപ്പായും ഉയർന്ന സിബിൽ സ്കോർ ലഭിക്കും എന്ന ധാരണയാണ്. ഓർക്കുക, സിബിൽ സ്കോർ എന്നത് നിങ്ങളുടെ വരുമാനത്തിന്റെ അളവുകോലല്ല, മറിച്ച് നിങ്ങളുടെ തിരിച്ചടവ് ശീലത്തിന്റെ രേഖയാണ്. ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാൾ തന്റെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളോ EMI-കളോ കൃത്യസമയത്ത് അടയ്ക്കുന്നില്ലെങ്കിൽ അയാളുടെ സിബിൽ സ്കോർ വളരെ മോശമായിരിക്കും. നേരെ മറിച്ച് കൃത്യമായി തിരിച്ചടവുകൾ നടത്തുന്ന താരതമ്യേന കുറഞ്ഞ വരുമാനമുള്ള ഒരാൾക്ക് 750-ന് മുകളിൽ മികച്ച സ്കോർ നിലനിർത്താൻ സാധിക്കും. മൂന്നാമതായി, പഴയ ക്രെഡിറ്റ് കാർഡുകൾ റദ്ദാക്കുന്നത് സ്കോർ കൂടാൻ സഹായിക്കും എന്ന് കരുതുന്നവരുണ്ട്. ഇതും തെറ്റാണ്. പഴയ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്കോർ കുറയാൻ കാരണമായേക്കാം. നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അഥവാ വായ്പാ ചരിത്രത്തിന്റെ ദൈർഘ്യം സ്കോറിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ്. പഴയ കാർഡ് ക്യാൻസൽ ചെയ്യുമ്പോൾ ആ ചരിത്രം മാഞ്ഞു പോവുകയും ഒപ്പം നിങ്ങളുടെ മൊത്തം ക്രെഡിറ്റ് ലിമിറ്റ് കുറയുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടാൻ കാരണമാകും. അതുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പഴയ കാർഡുകൾ ആക്റ്റീവായി വെക്കുന്നത് സ്കോർ നിലനിർത്താൻ സഹായിക്കും. നാലാമത്തെ കാര്യം, സിബിൽ സ്കോർ മാത്രം നോക്കിയാണ് ബാങ്കുകൾ ലോൺ നൽകുന്നതെന്ന ചിന്തയാണ്. സിബിൽ സ്കോർ ഒരു പ്രധാന ഘടകം മാത്രമാണ്, എന്നാൽ അതുകൊണ്ട് മാത്രം ലോൺ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് 800-ന് മുകളിൽ സ്കോർ ഉണ്ടെങ്കിലും നിലവിൽ വരുമാനമില്ലെങ്കിലോ അല്ലെങ്കിൽ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം മറ്റ് വായ്പകൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നുണ്ടെങ്കിലോ ബാങ്കുകൾ നിങ്ങൾക്ക് ലോൺ നിരസിക്കാം. നിങ്ങളുടെ ജോലി സ്ഥിരത, നിലവിലെ കടബാധ്യതകൾ എന്നിവയും ബാങ്കുകൾ കൃത്യമായി പരിശോധിക്കും. അവസാനമായി, പണമടച്ച് ഏജന്റുമാർ വഴി ഒറ്റ രാത്രി കൊണ്ട് മോശം സിബിൽ സ്കോർ നന്നാക്കിയെടുക്കാം എന്ന വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകരുത്. കൃത്യമായ തിരിച്ചടവിലൂടെയും സാമ്പത്തിക അച്ചടക്കത്തിലൂടെയും മാത്രമേ സ്കോർ മെച്ചപ്പെടുത്താൻ സാധിക്കൂ. സിബിൽ റിപ്പോർട്ടിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ സിബിൽ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാം. എന്നതൊഴിച്ചാൽ കുറുക്കുവഴികളൊന്നും ഇതിലില്ല. ചുരുക്കത്തിൽ, അനാവശ്യ ഭയങ്ങൾ മാറ്റിവെച്ച് കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക. സ്വന്തം സ്കോർ ഇടയ്ക്കിടെ പരിശോധിച്ച് തെറ്റുകളില്ലെന്ന് ഉറപ്പുവരുത്തുക. അനാവശ്യമായ ലോൺ അപേക്ഷകൾ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ വായ്പകൾ ലഭിക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സാമ്പത്തിക ലോകത്തെ ഇത്തരം അറിവുകൾക്കായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുക.